എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു ചെട്ടിനാട് സ്റ്റൈല് ചിക്കൻ റോസ്റ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ചിക്കൻ ഇറച്ചി എടുത്തിട്ടുണ്ട്. ഈ പീസായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 150 ഗ്രാം ചുവന്നുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി, 8 പച്ചമുളക്, ഒരു 10-12 വെള്ളുള്ളി കട്ട് ചെയ്തത്, ഒരു കഷ്ണം ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ചിക്കൻ കഴുകിയത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു അര ഗ്ലാസ് വെള്ളം. ഇപ്പം ഞാൻ ഫ്രൈയിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് 5 മിനിറ്റ് മൂടി വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കൻ റോസ്റ്റിൻ്റെ ഉള്ളി ഒന്ന് ശരിക്കും കലങ്ങിപ്പോവും, ചെറിയ ഉള്ളി മാത്രമായതുകൊണ്ട് തന്നെയാണ്. ഇതിൽ സവോള നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇനി വേറൊരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഓയിൽ 1 സ്പൂൺ കൂടുതലായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ ഞാൻ 3 സ്പൂൺ, അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആ ചുവന്നുള്ളി ഇതേമാതിരി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാതെ പൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പച്ചമുളക് കീറിയതും ഇഞ്ചി പൊടിയായി അരിഞ്ഞതും വെള്ളുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ അല്പം ഉപ്പിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകണ്ട. നമ്മൾ ചിക്കൻ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ഉള്ളി കുറേശ്ശെ അതിൽ കാണണം. അപ്പോൾ ചുവന്നുള്ളി അങ്ങനെ കഴിക്കുന്ന നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാകുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ആ 2 തക്കാളി ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഞാനത് ലോ ഫ്ലെയിമിലിടുകയാണ്. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അതൊന്ന് ചെറുതായി ഒന്ന് മെൽട്ടായി വരട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോയിട്ടില്ല. അങ്ങനെ വഴന്ന് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് ശരിക്കൊന്ന് കടിക്കണം. ഈ സമയത്ത് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ്. 1 സ്പൂണ് ഫുള്ളായിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്. അത് നിർബന്ധമായിട്ടും ചേർക്കണം, ജീരകം പൊടിച്ചെന്നെ ചേർക്കുക. പിന്നെ 1 സ്പൂണ് നൈസായിട്ടുള്ള കുരുമുളക് പൊടിയും ഒരു നുള്ള് ചുവന്ന മുളക് പൊടി മാത്രം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ചിക്കൻ്റെ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കി വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും നമ്മളതിൽ വെക്കാത്തത് കൊണ്ട് തന്നെ ആ വെള്ളം നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. എന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടുണ്ട്. ആ ചിക്കൻ പീസും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നേ ഇല്ല. ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ചെട്ടിനാട് സ്റ്റൈലെന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. അപ്പോൾ ഇത് ഒരു 6-7 മിനിറ്റ് ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വയ്ക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു 6-7 മിനിറ്റ് അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഈ ഒരു കണ്ടീഷനായിട്ടുണ്ട്. കണ്ടില്ലേ? കുറച്ചുകൂടി ഒന്ന് വറ്റണം. അപ്പോൾ നമ്മൾ ബ്രോയിലർ കോഴിയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് വേവെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കരുത്. അപ്പോൾ അതിൻ്റെ ഈ ചെസ്റ്റ് പീസിൽ നിന്ന് ശരിക്കും ഉപ്പും എരിവൊന്നും പിടിക്കാതിരിക്കും. കാലിൻ്റെയും ചിറകിൻ്റെയും പീസിലാണെങ്കിൽ പെട്ടെന്ന് അടർന്നു പോകും. അപ്പോൾ 2-3 മിനിറ്റ് കൂടി ഞാനതൊന്ന് മൂടി വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ എന്തായാലും ഒരു 10-20 മിനിറ്റ് നമ്മളിത് വേവിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് മസാലകളൊക്കെ ചേർന്ന് നിൽക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു കണ്ടീഷനിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല കുറുകി. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ നോക്കുന്ന സമയത്ത് കറക്റ്റാണ്, കുറുകിയ നല്ല പരുവത്തിൽ, റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി റോസ്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്, മല്ലിച്ചപ്പ് ഞാൻ ഇടുന്നില്ല. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, ആ കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും നല്ല ഫ്ലേവറാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾക്ക് അതിൻ്റെ കുറച്ചുകൂടി കുരുമുളക് പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. അപ്പോൾ ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം നമ്മൾക്കത് ഉപയോഗിക്കാം. ഇപ്പോൾ ചൂടാറിയപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാത്തവരെന്തായാലും ഈ ചുവന്നുള്ളി വെച്ച് ചെയ്ത് നോക്കണം. ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനെന്നത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. വേറെ കറികളൊന്നും, ചാറൊന്നും എനിക്ക് വേണ്ട. പിന്നെ അതിലേക്ക് കുറച്ച് കോളിഫ്ലവറിൻ്റെ മസാലയുണ്ട്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.